ഈ പടം കണ്ട് ഞാൻ ആ പടത്തിൽ വർക്ക് ചെയ്തിട്ട് പോലും ഇല്ലാന്ന് പറഞ്ഞാൽ എന്തിനാ കുറ്റം പറയുന്നത് വെച്ചാൽ ഓക്കെ എന്ന് പറയും. അതുകൊണ്ട് ഞാൻ ഏറ്റവും ഗ്രാറ്റിറ്റ്യൂഡ് ഉള്ള 2-3 പേരാണ്. ഒന്ന് വിഷ്ണു ഗോവിന്ദ് സൗണ്ട് ഡിസൈനർ, പിന്നെ ഒന്ന് വിഷ്ണു ഗോവിന്ദൻ ആക്ടർ. സോ അവർക്കൊക്കെ കിട്ടുന്ന അപ്രിസിയേഷൻ ഞാൻ മേടിച്ചുകൊണ്ടിരുന്നതാണ്. എനിക്ക് ഭയങ്കര സന്തോഷമുണ്ട്. അവർ ഇനിയും നല്ല സിനിമകൾ ചെയ്യട്ടെ. ക്രെഡിറ്റ്സ് എന്റെ ഫാമിലി മെമ്പേഴ്സ് എനിക്ക് തരട്ടെ. പക്ഷെ തിരിച്ച് ഈ പടം അനൗൺസ് ചെയ്തപ്പോ എല്ലാം വിഷ്ണു ഗോവിന്ദനും പോയി. ടീച്ചർ കണ്ടിട്ട് സൗണ്ട് ഡിസൈൻ നന്നായിരുന്നു, വിഷ്ണുവിന്റെ വർക്കല്ലായിരുന്നു. ശരിക്കും സൗണ്ട് ഡിസൈൻ ചെയ്തത് രംഗേട്ടനാണ്. വൺ ഓഫ് ദ അമേസിംഗ് ആർട്ടിസ്റ്റ് ഇൻ കേരള. ഈ സിനിമ സൂപ്പർ ഹിറ്റ് ആയ എനിക്ക് അടുത്ത സിനിമ കിട്ടും, ഉറപ്പായിട്ടും നമ്മൾ ഒരുമിച്ച് ചെയ്യും. പക്ഷെ ഈ സിനിമ സൂപ്പർ ഹിറ്റ് ആക്കേണ്ടത് ഇപ്പൊ നിങ്ങളുടെ ഉത്തരവാദിത്തമാണ്. അടുത്ത സിനിമയിൽ ചാൻസ് വേണമെങ്കിൽ ഈ സിനിമ സൂപ്പർ ഹിറ്റ് ആക്കി തരണം. സോ ഉറപ്പായിട്ടും ഈ സിനിമ കണ്ടു കഴിയുമ്പോ അത് തോന്നും. ഉറപ്പായിട്ടും ഈ സിനിമ ഹിറ്റായി കഴിഞ്ഞാൽ അടുത്ത സിനിമ ഉണ്ടാവും, ഉറപ്പായിട്ടും പരിഗണിക്കാം. ഞാനല്ലല്ലോ പറയണ്ടേ, അത് പടം ഇറങ്ങുമ്പോ നിങ്ങളല്ലേ പറയണ്ടേ. പടം ഇറങ്ങട്ടെ, പടം നല്ല പോസിറ്റീവായിട്ട് സംഭവിക്കട്ടെ. ഇടിയില് കിൻഡൽ വെയിറ്റ് വന്നിട്ടില്ലെങ്കിൽ അത് പെപ്പയുടെ പ്രശ്നമല്ല, അത് എൻ്റെ, സാലുവിൻ്റെ, ഞങ്ങളുടെ സൗണ്ട് ഡിസൈനറിന്റെ, മ്യൂസിക് ഡയറക്ടറിന്റെ പ്രശ്നമാണ്. ഞങ്ങൾ 4 പേരും വൃത്തിയായിട്ട് പണിയെടുത്തിട്ടുണ്ടെങ്കിൽ നിനക്ക് ആ കിൻഡലടി ഫീൽ ചെയ്യും. അപ്പൊ ആ പണി ടീച്ചറിന് വർക്കായിട്ടുണ്ട്. ഞങ്ങള് എടുത്ത് എല്ലാവരുടെയും പേരെടുത്ത് പറയുന്നതിനോടൊപ്പം തന്നെ നമ്മുടെ സ്റ്റോറി ബോർഡ് ആർട്ടിസ്റ്റ് ഉണ്ട് ശ്രീതടൻ. ഞങ്ങൾ അതായത് പടം ഒന്നും ചെയ്യാത്ത ഞാൻ, കാതലൊക്കെ ചെയ്ത സാലു, ആവാസ വ്യൂഹം ചെയ്ത ചെറുപടം, ഞങ്ങളെല്ലാവരും പെപ്പേനെ വെച്ചിട്ട് ഒരു ബോക്സിംഗ് ഫിലിം ചെയ്യാൻ പോകുന്നു. അപ്പൊ ഇതൊക്കെ നടക്കൂടി എന്നുള്ളൊരു ക്വസ്റ്റ്യൻ ഞാൻ ത്രൂ ഔട്ട് കേട്ടിരുന്നു. അപ്പൊ ആ ക്വസ്റ്റ്യനിൽ നിന്ന് ഞങ്ങളെ രക്ഷിച്ചുകൊണ്ടിരുന്നത് ഒറ്റ പേരാണ് സിനിമയിലെ, ജസ്റ്റിൻ വർഗീസ്. ആ പേര് ഭയങ്കര, കാരണം ഈ സിനിമയുടെ ഏറ്റവും ഹൈലൈറ്റ് ഇതിന്റെ മ്യൂസിക്കാണ്. അയാളുടെ ഏറ്റവും നല്ല പണി എടുത്തിട്ടുണ്ട് പുള്ളി, ഭയങ്കര രസമായിട്ട് ചെയ്തിട്ടുണ്ട്. ആ നല്ല മൊമെന്റ്സ്, ആക്ഷനിലെ നല്ല മൊമെന്റ്സ് ഭയങ്കരമായിട്ട് മ്യൂസിക്കലി എലിവേറ്റ് ചെയ്ത് തന്നിട്ടുണ്ട്. അപ്പൊ സിനിമയിലെ ഏറ്റവും വലിയ പേര് ജസ്റ്റിൻ വർഗീസ് ആണ്. അപ്പോൾ യു ക്യാൻ എക്സ്പീരിയൻസ് ദ മ്യൂസിക് ഇൻ ഗുഡ് തിയേറ്റേഴ്സിൽ കണ്ടാൽ ആ മ്യൂസിക് ഭയങ്കരമായിട്ട് വർക്കാവും. അങ്ങനെ പ്രത്യേകിച്ച് അങ്ങനെ ഒന്നും പ്ലാൻ ചെയ്തിട്ടില്ല. നമ്മള് അത്യാവശ്യം പ്രൊമോഷൻസ് പരിപാടികളൊക്കെ പോയിട്ടുണ്ട്. ഇപ്പം പ്രോ ചിലപ്പോൾ കാണാത്തോണ്ടായിരിക്കും, കണ്ടിട്ടുണ്ടാവില്ല. അപ്പൊ പ്രോ സമയം കിട്ടുന്ന എപ്പോഴെങ്കിലും എടുത്തത് കാണുക. കോൺഫിഡൻസ് ഉണ്ട്, നല്ല പ്രതീക്ഷയുണ്ട്. പിന്നെ ഇതൊരു പക്ക ഒരു ആക്ഷൻ അല്ലെങ്കിൽ ഒരു വയലൻസ് അല്ലെങ്കിൽ ഒരു പക്ക ഇടിപ്പടമല്ല ദാവീദ്. ദാവീദ് എന്ന് പറഞ്ഞാൽ ഞാൻ നേരത്തെ പറഞ്ഞ കാര്യമാണ്, ഭയങ്കര ഒരു ഫാമിലി എന്റർടൈനർ പ്ലസ് ബോക്സിങ് അല്ലെങ്കിൽ സ്പോർട്സ് മൂവി, അങ്ങനത്തെ ഒരു കാറ്റഗറിയിൽ വരുന്ന ഒരു സിനിമയാണ്. അപ്പൊ അങ്ങനത്തെ ഒരു സിനിമ ഇറങ്ങിയിട്ട് കുറച്ച് നാളെ, നമ്മുടെ കേരളത്തിൽ ഇറങ്ങിയിട്ട് കുറച്ച് നാളെ. അപ്പൊ അതിലാണ്, ഈ സ്ക്രിപ്റ്റിലാണ് എനിക്ക് ഉള്ള കോൺഫിഡൻസ്. അവർ അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ അവർ മേക്ക് ചെയ്തെന്നാണ് എൻ്റെ പ്രതീക്ഷ പോലെ സംഭവിക്കട്ടെ, നല്ലൊരു സിനിമ ആവട്ടെ. ദാവീദിലേക്ക് വരുമ്പോ എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ബാക്കിയുള്ള പടങ്ങളിലെല്ലാം ആക്ഷന്റെ ഇത് എടുക്കുകയാണെങ്കിൽ നാടൻ തല്ലും പരിപാടികളൊക്കെ ആയിരുന്നു. ആകെ ഇത്തിരി വ്യത്യാസം ഉണ്ടായിരുന്ന RDXലാണ്. പക്ഷെ അതും എനിക്ക് മര്യാദയ്ക്ക് പ്രാക്ടീസ് ചെയ്യാൻ പറ്റില്ല, ഒരു ചെറിയ ആക്സിഡന്റ് പറ്റിയായിരുന്നു. അപ്പൊ ഇതിനകത്തേക്ക് വന്നപ്പോ ബോക്സിംഗ് ആണ്. ബോക്സിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെതായ റൂളും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പൊ നമ്മള് വെറുതെ വന്നിട്ട് ചലവറ അടിച്ചു കഴിഞ്ഞാൽ ശരിയാവില്ല. അപ്പൊ ആ ബോക്സിംഗ് അടിപൊളിയായിട്ട് നമ്മൾ പക്ക ആ ഒരു പ്രൊഫഷണൽ രീതിയിൽ തന്നെ ചെയ്യാനായിട്ടുള്ള അതായിരുന്നു ഒരു വെല്ലുവിളി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പൊ
ബാക്കിയുള്ള ഫൈറ്റിന്റെ ടൈമിങ് നമുക്ക് ഇത്രയും പടങ്ങൾ ചെയ്തുകൊണ്ട് കുറച്ചൊക്കെ കിട്ടിയിട്ടുണ്ട്. അത് നമുക്ക് വളരെ നല്ല രീതിയിൽ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. പിന്നെ നമ്മൾ ഏത് കോമ്പിനേഷൻ തന്നാലും ചെയ്യാവുന്ന രീതിയിൽ നമ്മുടെ കോച്ചായിട്ടുള്ള ജിതിൻ ചേട്ടനും ഡിൻസൺ ബായും ചേർന്ന് നമ്മളെ പ്രിപ്പയർ ചെയ്തിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് നമുക്കൊരു കൊറിയോഗ്രാഫി ഒന്നും ചെയ്യുമ്പോൾ നല്ല അത്യാവശ്യം നല്ല സ്പീഡിലൊക്കെ ചെയ്യാൻ പറ്റുന്നുണ്ടായിരുന്നു നമ്മൾ ഷൂട്ട് ചെയ്യുന്ന സമയത്ത്.